അറബ് ലോകത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇത് ഒരു അറബ് ലോകം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണല്ലോ, അറബികളാണല്ലോ. ഒരു അറബിക്ക് ഉണ്ടായ, ലിബിയക്കാരനായ ഒരു അറബിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിൽ മറ്റു മതങ്ങളിലുള്ളവർ ഇത് വിശ്വസിക്കില്ലായിരിക്കാം, അവരെന്ത് പറയുമെന്നും അറിയില്ല. പറയുന്നവർക്ക് മറുപടി ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഹജ്ജിന് പോകാനായി ഇറങ്ങിയ യാത്രക്കാരന് മുന്നിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാതെ പോയപ്പോൾ വിമാനം 2 തവണ അദ്ദേഹത്തിന്റെ മുന്നിൽ തിരിച്ചിറക്കി. എന്നിട്ടും കൊണ്ടുപോയില്ല. വീണ്ടും യന്ത്ര തകരാറ് മൂലം വീണ്ടും തിരിച്ചിറക്കി. അവസാനം പൈലറ്റിന് ഒരു പ്രശ്നം എന്തോ തോന്നി. വീണ്ടും ആ യാത്രക്കാരനുമായി വിമാനം ഇനി പോവുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചു. ആദ്യ 2 തവണയും തിരിച്ചിറക്കിയപ്പോൾ യാത്ര നിഷേധിച്ച ഈ യാത്രക്കാരന്, ഈ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ഈ യാത്രക്കാരന് യാത്ര നിഷേധിച്ചപ്പോൾ 3-ാം തവണ ഈ യാത്രക്കാരനെ കൊണ്ടേ പോകൂ എന്ന് പൈലറ്റ് വാശി പിടിച്ചു. അറബ് ലോകത്തെ സോഷ്യൽ മീഡിയകളിൽ വളരെയേറെ ചർച്ചയായതും ഇടം പിടിച്ചതുമായ ആമിർ എന്ന ലിബിയക്കാരന്റെ ഹജ്ജ് യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നിന്റെ വിളി കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു നാഥ എന്നുള്ള ലബൈക്കും എന്നുള്ള ആ മന്ത്രം ഓതിക്കൊണ്ടാണ് ഓരോ ഹാജിയും മക്കയിലേക്കുള്ള യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ യാത്ര പുറപ്പെട്ട, ഹജ്ജിനായി യാത്ര പുറപ്പെട്ട ലിബിയയിൽ നിന്നുള്ള ഒരു അമീർ ഗദാഫി എന്ന ഒരു യാത്രക്കാരന്റെ അത്ഭുതകരമായ ചില സംഭവങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അറബ് ലോകത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. സംഭവ സ്ഥലം ലിബിയ വിമാനത്താവളം. ലിബിയയിൽ നിന്ന് ഒരു സംഘം യാത്രക്കാർ ഹജ്ജിന് പോകാനായി യാത്ര പുറപ്പെട്ടു. അവർ ആ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി അവസാനം എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഹജ്ജിന് പോകാനുള്ള എമിഗ്രേഷൻ നടപടികൾ എല്ലാവരും പൂർത്തിയാക്കി. അതിൽ ഒരു യാത്രക്കാരന് മാത്രം അദ്ദേഹത്തിന്റെ അവസാന നെയിമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നതിനാൽ, ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നാൽ അദ്ദേഹത്തിന് യാത്ര നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സമയം വൈകിയതിനാൽ പൈലറ്റ് വിമാനവുമായി പോവുകയും ചെയ്തു, ഈ യാത്രക്കാരനെ ഒഴിവാക്കിയിട്ട്. അവസാനം ഈ ലാസ്റ്റ് നെയിമുമായുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ച്, സാങ്കേതിക തകരാറുകളെല്ലാം ഒഴിവാക്കി, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അദ്ദേഹം വിമാനത്തിൽ കയറാനായി എത്തുമ്പോൾ വിമാനത്തിന്റെ വാതിലുകൾ അടഞ്ഞിരുന്നു. വളരെയധികം വൈകിയിരുന്നു. എന്നാലും ഇദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള സന്മനസ് ആ വിമാനത്തിന്റെ പൈലറ്റ് കാണിച്ചിരുന്നില്ല. സമയം വളരെയധികം വൈകി എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി യാത്രക്കാരെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിമാനം അവിടെ നിന്ന് യാത്രയായി. ഈ ആമിർ ഗദ്ദാഫി അവിടെ അവശേഷിച്ചു. ബാക്കിയുള്ള യാത്രക്കാരുമായി വിമാനം പുറപ്പെട്ടു. എയർപോർട്ട് അധികൃതർ ഈ അമീർ ഗദ്ദാഫിയോട് പറഞ്ഞത്, ദൈവമാണ് നിങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം തരുന്നത്, അത് ഇനി ഉണ്ടാകും, ഇനി ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അവര് അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹം പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ പോകാതെ അദ്ദേഹത്തോട് പറഞ്ഞ വാക്കിന് മറുപടിയായി പറഞ്ഞു, ദൈവമാണ് എനിക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം തന്നത്, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്, ആര് നിഷേധിച്ചാലും അത് സാധിക്കുമല്ല, ഞാൻ തീർച്ചയായും പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിലയുറപ്പിച്ചു. അരമണിക്കൂറിന് ശേഷം വിമാനം തിരികെ ഇറക്കുകയാണ്. സാങ്കേതിക തകരാറ് മൂലം തിരികെ ഇറക്കിയ വിമാനം അരമണിക്കൂറുകളിനുള്ളിൽ വീണ്ടും സാങ്കേതിക തകരാറുകൾ പരിശോധിച്ച് എല്ലാം ക്രമപ്പെടുത്തി, എല്ലാം പരിഹരിച്ച് വീണ്ടും വിമാനം യാത്രയായി. എന്നിട്ടും ഈ വിമാനത്തിന്റെ പൈലറ്റ് ഈ യാത്രക്കാരനെ, ഈ ഹജ്ജിന് പോകാൻ ബാക്കി നിന്ന ഈ അമീർ ഗദ്ദാഫിയെ വിമാനത്തിലേക്ക് കയറ്റാനുള്ള സാവകാശം കാണിച്ചിരുന്നില്ല. അദ്ദേഹം വിമാനവുമായി വീണ്ടും പുറപ്പെട്ടു.
വീണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ അമീറിനോട് പറഞ്ഞു, നിങ്ങൾക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതിക്കോളൂ, അടുത്ത ഒരു ചാൻസിൽ ഇനിയും നിങ്ങൾക്ക് ദൈവം തരും, അതിൽ നിങ്ങൾക്ക് പുറപ്പെടാൻ കഴിയും, തീർച്ചയായും സാധിക്കട്ടെ എന്ന് അമീറിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരും എയർപോർട്ട് അതോറിറ്റിയും സമാധാനപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം അതിനെ കൂട്ടാക്കിയില്ല, അവിടെ തന്നെ തുടർന്നു. അദ്ദേഹം വെളിയിലേക്ക് പോകാനുള്ള സന്മനസ് കാണിച്ചില്ല, അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. ദൈവം ഞാൻ ഹജ്ജ് ചെയ്യാനുള്ളത് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും അത് തടയാനാവില്ല എന്നാണ് ആമീറിന്റെ മറുപടി ഉണ്ടായിരുന്നത്. ഇതിനിടെയാണ് പുറപ്പെട്ട വിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാറ്. വീണ്ടും വിമാനം തിരികെ ലാൻഡ് ചെയ്തു മണിക്കൂറിന് ശേഷം. അങ്ങനെ വീണ്ടും വിമാനം തിരികെ ഇറക്കി സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് വീണ്ടും വിമാനം തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ വിമാനത്തിന്റെ പൈലറ്റിന് ഒരു പിരിമുറുക്കം. ആമറില്ലാതെ ഇനി വിമാനം യാത്ര ചെയ്യാൻ കഴിയില്ല എന്നാണ് പൈലറ്റ് അറിയിച്ചത്. പൈലറ്റ് അതേ വാശിയിൽ തുടരുകയും ചെയ്തു. അവസാനം നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി ആമീറിന് അദ്ദേഹത്തിന് വിമാനത്തിന്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി. അതിനുശേഷം ആമീർ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. വിമാനം വീണ്ടും അവിടുന്ന് ലിബിയ എയർപോർട്ടിൽ നിന്നും യാത്രയായി ജിദ്ദ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം സുരക്ഷിതമായി തന്നെ അവിടെ ഈ ആമീർ എന്ന ഹജ്ജ് യാത്രക്കാരൻ ഇറങ്ങുകയും ചെയ്തു. ഈ യാത്രക്കാരനെ ഒടുവിൽ വിമാനത്തിന്റെ പൈലറ്റുമാരുൾപ്പെടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്ത് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തെ പുറത്തേക്ക് പറഞ്ഞുവിട്ടത്. വിമാനത്തിന്റെ പൈലറ്റുമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഇദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ക്ഷമാപണം നടത്തുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തെ കയറ്റാതെ 2 പ്രാവശ്യം വിമാനം പുറപ്പെട്ടു. 2 പ്രാവശ്യവും വീണ്ടും തിരികെ ഇറക്കേണ്ടതായിട്ടുള്ള ഒരു സാങ്കേതിക തകരാറ് വിമാനത്തിന് സംഭവിച്ചിരുന്നു. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് നെയിമുമായിട്ടുള്ള ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ശരിയാക്കാൻ വേണ്ടി അല്പസമയം താമസിച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ് ഈ പൈലറ്റ് ഇദ്ദേഹത്തെ ലിബിയ എയർപോർട്ടിൽ വെച്ച് വിമാനത്തിനുള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കാതിരുന്നത്. ലേറ്റായി പോയി എന്ന ഒരു കാരണത്താൽ മാത്രം ഇദ്ദേഹത്തെ കയറ്റാതെ വിമാനം അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. അരമണിക്കൂറിന് ശേഷം വീണ്ടും സാങ്കേതിക തകരാറ് മൂലം വിമാനം തിരികെ ഇറക്കുകയാണ് ഉണ്ടായത്. തിരികെ ഇറക്കി വീണ്ടും സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ചതിന് ശേഷം വീണ്ടും വിമാനം യാത്ര പുറപ്പെട്ടു. അപ്പോഴും ഈ യാത്രക്കാരനെ വിമാനത്തിലേക്ക് കയറ്റാനുള്ള സന്മനസ് ഈ പൈലറ്റ് കാണിച്ചിരുന്നില്ല. 3-ാം തവണയും വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു. അങ്ങനെ വീണ്ടും വിമാനം തിരികെ ലിബിയ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. വീണ്ടും സാങ്കേതിക തകരാറുകളെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം വിമാനം പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ വിമാനത്തിനുള്ളിലെ പൈലറ്റിനൊരു ഉൾവിളി ഉണ്ടായി. ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ഇദ്ദേഹത്തെ ഈ ഒരു യാത്രക്കാരൻ ഇവിടെ ബാക്കിയാണല്ലോ, ഇദ്ദേഹത്തെ കയറ്റാതെയാണല്ലോ 2 പ്രാവശ്യവും പോയത്, ഇനിയെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുപോകണം എന്നുള്ള ഒരു മാനസിക പിരിമുറുക്കം പൈലറ്റിനുണ്ടായി. അതനുസരിച്ച് ഈ പൈലറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ഈ അമീർ ഗദ്ദാഫിയുടെ പേരിൽ ഉണ്ടായിരുന്ന സംഗതി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും തിരികെ എയർപോർട്ടിനുള്ളിൽ നിന്ന് വിമാനത്തിലേക്ക് കയറ്റുകയാണ് ഉണ്ടായത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എനിക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കണം വിമാനം 2 പ്രാവശ്യം പുറപ്പെട്ടു പോയിട്ടും വീണ്ടും തിരികെ ഇറക്കി അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാഹചര്യം ദൈവം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ലബ്ബൈക്ക് വിളികൾ ഉയരുന്ന ഹജ്ജ് തീർത്ഥാടനത്തിൽ ഈ പ്രാവശ്യം എന്തായാലും ഈ അമീർ ഗദ്ദാഫിയും അതിൽ ഉൾപ്പെട്ടു. ദൈവത്തിന്റെ ഒരു വിധി തന്നെയാണത്. 2 പ്രാവശ്യവും പോകാൻ കഴിയാതിരുന്നിട്ട് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം മൂലം വീണ്ടും ഹജ്ജ് ചെയ്യാനായി മക്കയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും പൈലറ്റുമാരും ചേർന്ന് ഇദ്ദേഹത്തെ ഒരു അതിഥിയായി സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോയും എടുത്തതിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തെ പറഞ്ഞയച്ചത്.